ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയാണെങ്കിലോ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മറ്റൊന്നിനുമല്ല, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണ്. വസുന്ധര എല്ലാം അറിഞ്ഞ മട്ടിൽ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം തന്നെ എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ വീട്ടിൽ ഒരാൾ നിങ്ങൾ താമസിച്ചിട്ടില്ലേ, അതെന്തുകൊണ്ടാണെന്ന രീതിയിൽ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ വിവേകും അതുപോലെ ധനപാലനൊക്കെ ഉണ്ട്. അപ്പോഴത്തേനും ആരെയാണ് വസു, ഉത്തരം പറയട്ടെ. അഞ്ജു പറ, ആരാണ് അവിടെയുള്ളത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വർഷയോടും ചോദിക്കുന്നു. അതുപോലെ തന്നെ വർഷയോട് ചോദിക്കുന്ന സമയത്ത് വർഷ എന്തായാലും സത്യമായിട്ട് പറയുന്നുണ്ട്. ശ്രീകേട്ടനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ കൊണ്ടുവരേണ്ടി വന്നതാണ് മാഡം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വസുന്ധര, എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ വീട്ടിൽ വേറൊരാളെ താമസിക്കാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാവരും ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോണം. ആ ശ്രീനാഥും ഒരാൾ ഇവിടെ എനിക്ക് കൺമുന്നിൽ കാണരുത്. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് എന്തോ ആവാൻ നിങ്ങൾ വിചാരിച്ചോ? എന്നോട് ഇനി ഒരു അക്ഷരം മിണ്ടണ്ട, കടന്ന് പൊക്കോളാനായിട്ട് പറയുന്നു. അങ്ങനെ ദേഷ്യത്തോടെ അവരെ ഇറക്കി വിടുന്നു. അപ്പോഴത്തേനും വിവേക് പറയുന്നുണ്ട്, അത് പിന്നെ മമ്മി, ഈ ശ്രീനാഥിനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു. നീ മിണ്ടരുത്, ആരും എന്നോട് ഇനി ഒരു അക്ഷരം സംസാരിക്കേണ്ട, എനിക്കൊന്നും കേൾക്കേണ്ട, കടന്നു പോകാനായിട്ട് പറയുന്നു. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങിയ സമയത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആൻറ്റി ഇവിടുന്ന് നമ്മളോട് ഇറങ്ങിപ്പോളാനാ പറഞ്ഞത്, ഇനി നമ്മൾ എങ്ങോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. ആരായിരിക്കും ഇത് ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ടാവുക? ആ മല്ലികാക്ക തന്നെയായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ആ മല്ലികാക്കയാണെങ്കിൽ അവർ എന്തൊരു അഭിനയമാണ് നമ്മുടെ മുന്നിൽ അഭിനയിച്ചത്. കാരണം അതായത് ആരും അറിയാത്ത പോലെ. പക്ഷെ ഇനി എന്ത് ചെയ്യും എന്ന് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ആലോചിക്കാം എന്ന് ശിവൻ പറയുന്നുണ്ട്. ഞാനത് ആദ്യമേ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം വരുത്തി വെച്ചിട്ട്. അപ്പോഴത്തേന് വർഷ പറയുന്നുണ്ട്, ഞാൻ ശ്രീയേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനുശേഷം ധനപാലൻ തന്നെ വസുന്ധരയോട് സംസാരിക്കുന്നുണ്ട്. വസു, അത് പിന്നെ അവൾക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ നോക്കേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ എന്നോട് ഒരു അക്ഷരം പറയണ്ട. ധനം കൂടി കൂട്ടി നിന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ധനം ഇവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ പോയത്. ഞാനില്ലാന്ന് കരുതിയപ്പോൾ എല്ലാവർക്കും തോന്നിവാസമായില്ലേ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. മമ്മി 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 ഒരു കാര്യം മനസ്സിലാക്കുക, നീ ഒന്നും പറയണ്ട. ഒരു പുരുഷനെ ആ 4 പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആക്കാൻ പാടുണ്ടടാ. പിന്നെ ആ സമയത്ത് ധനപാലൻ പറയുന്നുണ്ട്, നമ്മുടെ മോൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയും അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഇനി അപ്പോൾ അവളുടെ കാര്യം കൂടി നമ്മൾ നോക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ മകൻ ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, ഇനി വർഷമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും വിവേക് പറയുന്നുണ്ട്, മമ്മി ആരെ കാണിച്ചാലും ഞാൻ വിവാഹം കഴിച്ചോളാം. പക്ഷേ ഒരു കാര്യം മമ്മി മനസ്സിലാക്കണം, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ആങ്ങളയെ ഇങ്ങനെ വയ്യാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തി അയാളെ ചികിത്സിക്കുന്നതൊക്കെ അത് തെറ്റാണോ മമ്മി എന്ന് പറയുന്നുണ്ട്. അത് അവളുടെ സ്വന്തം ആങ്ങളയല്ലേ, പക്ഷേ ഇതങ്ങനെയാണോ എന്ന് പറയുന്നുണ്ട്. ഒരു കാലത്ത് വർഷയെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളാണ് വർഷ, ചിലപ്പോൾ തിരിച്ചും സ്നേഹിച്ചിട്ട് കാണും. മമ്മി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വർഷയുടെ മനസ്സിൽ ശ്രീനാഥിന് ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ, വേറെ രീതിയിലൊന്നും അതിന് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ അവൾ പറയട്ടെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവളെ വിളിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ മല്ലികാക്കയോട് ദേഷ്യപ്പെടുന്നുണ്ട് വിവേക്. നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, നിങ്ങൾ എന്തൊരു അഭിനയമാണ് നടത്തിയത്. കാരണം എല്ലാ സത്യങ്ങളും നിങ്ങൾ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുത്തല്ലേ. എൻ്റെ സർ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, മേഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എല്ലാ ദൈവങ്ങളെയും തൊട്ട് സത്യം ചെയ്യാണ്, ഞാനിത് ചോർത്തി കൊടുത്തിട്ടില്ല. പിന്നെ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ വർഷയെ വിളിച്ച് പറയുന്നുണ്ട്. മല്ലികാക്ക എങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇതറിയാവുന്നതിൽ നമ്മൾ എല്ലാവരും കൂടിയാണ്, അതിലാരോ എന്തായാലും ഒറ്റ കൊടുത്താണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ശിവയും മഞ്ജുവും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആരായിരിക്കും? ആ മല്ലികാക്ക തന്നെ ആയിരിക്കും, മറ്റാരാണ്? അവരേന് ഒടുക്കത്തെ അഭിനയമായിരുന്നല്ലോ, ഇതൊന്നും അറിയാത്ത മട്ടിൽ. പക്ഷെ അവർക്കെല്ലാം അറിയാമായിരുന്നല്ലോ, നമ്മളിവിടെ നിന്നെങ്കിലും തിരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നെ എന്താ ചെയ്യുക? ആ സമയത്ത് വർഷ ഫോൺ ചെയ്യാണ് വിവേകിന്. ആരെ ഫോണിൽ? വിവേകായിരുന്നു. പക്ഷേ മല്ലികാക്കയാണ് ഇതിൻ്റെ പുറകിലെന്ന് മല്ലികാക്ക സമ്മതിക്കുന്നില്ല. കാരണം ദൈവങ്ങളെയൊക്കെ വിളിച്ച് മല്ലികാക്ക സത്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം മനസ്സിലായി, നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇത് ഒറ്റ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ശിവ പറയുന്നുണ്ട്, ഞാനെന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല. അഞ്ചും തറപ്പിച്ച് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അഭി പറയുന്നത്, ഞാനായാലോ എന്ന് പറയുന്നുണ്ട്. എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് അഭി നീ സെൽഫിഷാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്നെ കുറ്റപ്പെടുത്തിക്കോ, ഈ ശ്രീനാഥിനെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശ്രീനാഥിനും ബുദ്ധിമുട്ടാണ്, പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. ഒരാണിനെ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ ഇമേജ് എങ്ങനെയായിരിക്കും ആൾക്കാർ ചിത്രീകരിക്കുക എന്ന് പറയുന്നുണ്ട്. നീ മനുഷ്യപ്പറ്റുണ്ടോ? നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട കാര്യം എന്താ? നീ ഒരു നല്ല ഫ്രണ്ടാണോ? നീ എപ്പോഴും നിൻ്റെ കാര്യം മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ, നീ സെൽഫിഷാണ് അബി എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാനല്ല സെൽഫിഷ്, വർഷയാണ്. കാരണം
ഞാനോ? അതെ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനാഥിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നീ എന്നോടോ അഞ്ജുവിനോടോ അതുപോലെ ശിവയോടോ നീ ഒരു വാക്ക് ചോദിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അതെന്തിനാ ചോദിക്കേണ്ട ആവശ്യം? എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിൽക്കുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഇതാ പറഞ്ഞത് നീ സെൽഫിഷ് ആണെന്ന്. പക്ഷേ നിനക്കിതിപ്പോൾ മനസ്സിലാവില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൻറ്റി ഞാൻ തന്നെ അറിയിച്ചത്. അങ്ങനെ അറിയിക്കാൻ കാരണങ്ങളുണ്ട്. അത് ഒരു പക്ഷേ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്ത് മനസ്സിലാവുമെന്നാണ് അപ്പം നീ എന്നോട് എപ്പോഴെപ്പോഴും പറയുന്നത്? നീ ഇങ്ങനെ കാണിക്കാൻ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നീ കണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും. അപ്പോഴാവും എൻ്റെ വില നിങ്ങൾക്ക് അറിയാൻ പറ്റുക എന്നൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ എന്തായാലും വർഷയെ കാണാനായിട്ട് വസുന്ധര വെയിറ്റ് ചെയ്യാണ്. അപ്പോഴത്തേനും ധനം പറയുന്നുണ്ട്, ആ കുട്ടി ഒരു പാവമാണ്, അവളെ ഒന്നും പറയരുത് കേട്ടോ. നമ്മുടെ മോൻ്റെ ഭാര്യയാവാൻ പോകുന്നവളല്ലേ, അവൾക്ക് നിവൃത്തിയോട് കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നീ അവളോട് ദേഷ്യപ്പെടണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് എന്താ ആൻറ്റി വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേനും ആൻറ്റിക്ക് എന്താ എന്നിൽ നിന്ന് അറിയേണ്ടത്? കാരണം ശ്രീകേട്ടനെ നീയും ശ്രീനാഥും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം, അതവിടെ നിൽക്കട്ടെ, അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ എന്താണ് ചോദിക്കുമ്പോഴത്തേനും ഇവിടെ ശ്രീനാഥിനെ കൊണ്ടുവരാനുള്ള അവസ്ഥ ശ്രീയേട്ടന് ഒട്ടും സുഖമില്ലായിരുന്നു. എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സുഖപ്പെടുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നീയും വിവേകുമായിട്ടുള്ള ബന്ധം ഇനി എങ്ങനെയാണ് തുടരാൻ ആഗ്രഹിക്കുന്നത്? വിവേകിനോടുള്ള സ്നേഹം എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം മാത്രമാണ്. കാരണം വിവേകല്ലാതെ ഇനി എൻ്റെ ജീവിതത്തിൽ വേറൊരാളുണ്ടാവില്ല. അപ്പോൾ ശ്രീനാഥിനെ എൻ്റെ ഒരു രക്ഷകർത്താവിനെ പോലെ ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ആരുമില്ലല്ലോ ആൻറ്റി. എനിക്ക് ശ്രീയേട്ടനെ കിട്ടിയപ്പോൾ ഒരു സമാധാനമായി. എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ആൻറ്റി വിചാരിക്കുന്ന പോലെ മറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ വിവേകിൻ്റെ വിവാഹം ഉടനെ തന്നെ നടത്താം. അത് പിന്നെ എനിക്കത് എന്താ മോളെ നീ ഇങ്ങനെ എതിർപ്പ് കാണിക്കുന്നതെന്ന് ധനം ചോദിക്കുന്നുണ്ട്. ഇനി എതിർപ്പ് കാണിക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് പറയുന്നു. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ധനം. അവൾ പറയട്ടെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേനും ശ്രീനാഥിനെ എൻ്റെ രക്ഷകർത്താവിനെ പോലെയല്ലേ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വയ്യ. ഇപ്പോൾ കൂടെ നിർത്തിയിട്ട് വേണം എൻ്റെ വിവാഹം നടത്തി തരാനായിട്ട്. അതിനുവേണ്ടി ശ്രീയേട്ടൻ ഒന്ന് ഹെൽത്ത് ഓക്കെ ആവണം. അതുകൊണ്ടാണ് കുറച്ച് സമയം ഞാൻ ആവശ്യപ്പെടുന്നത്, മറ്റൊന്നിനും അല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ ഈ വാക്ക് ന്യായമായ കാര്യമായതുകൊണ്ട് ഞാൻ അംഗീകരിച്ച് തരാം. എന്തായാലും ശ്രീനാഥിനെ പെട്ടെന്ന് തന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ ശ്രീയേട്ടൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേനും വർഷയ്ക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷ നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് ശ്രീനാഥ് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വർഷ എപ്പോൾ വിളിച്ചാലും ഞാൻ ഇങ്ങോട്ട് വരും, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ചു പറയുന്നുണ്ട്, ശ്രീയേട്ടൻ ഇവിടെ ഉള്ളത് ഞങ്ങൾക്കൊരു ബ്രദറിൻ്റെ പോലെ ആയിരുന്നു. അതുപോലെ ശിവയും പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നേനും ശ്രീയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നലുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ അനിയത്തിമാരെ കാണാനായിട്ട് ഞാൻ തീർച്ചയായും വരും. പക്ഷേ ഇപ്പോൾ എനിക്ക് പോകണമെന്ന് പറയുന്നു. അഭിയാണെങ്കിലോ ഇപ്പോൾ ശ്രീനാഥ് പോട്ടെ, അതല്ലേ ഇപ്പോൾ ഇനി വേണ്ടത്. അതിനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അബിക്ക് എന്തൊക്കെയോ ചിന്തകൾ മനസ്സിനകത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നത് ഇനിയും എന്തായാലും ശ്രീയേട്ടനെ തന്നെയാണ് മനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. ശ്രീനാഥിനെ എങ്ങനെയെങ്കിലും തനിക്ക് സ്വന്തമാക്കണം, ആ രീതിയിൽ തന്നെയാണ് കേട്ടോ. അതായത് വർഷ പിന്നെയും ശ്രീ അല്ലെങ്കിൽ വർഷയിൽ അടുക്കോ എന്നൊരു പേടി ഇപ്പോൾ അബിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത്രയും കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.